എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നോ? ദൈവം സഹായിച്ചു ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തന്ന്, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം നിങ്ങൾ ചിന്തിച്ച് കാണും, ചേച്ചി ഇന്നെന്താ ഇവിടെ ഇരിക്കുന്നതെന്ന്. അതേ, തറയിലിരിക്കാൻ വയ്യ മക്കളുമാരെ. മുട്ടേ ഈ എൻ്റെ ഈ ഒരു കാലിൻ്റെ മുട്ട് അന്നാ വീണേ, പിന്നെ ഇങ്ങനെ ഇച്ചിരി ഫ്ലോയിഡ് കെട്ടിക്കിടക്കുക. അപ്പം നമ്മൾ എണീക്കുന്നുണ്ടെ തറയിൽ ഇരുന്നിട്ട് എണീക്കുമ്പോൾ മുട്ട് കുത്തി എണീക്കുമ്പോൾ അയ്യോ ജീവൻ പോകുന്ന വേദന ഈ വലത്തേക്കാല്. അതുകൊണ്ട് തറയിൽ ഇരുന്നൊന്നും കാണിക്കാൻ വയ്യ. അതുകൊണ്ടാണ് അമ്മച്ചി ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. നമ്മളിന്ന് ഡിമാർട്ടിലും ഡിമാർട്ടിൽ പോയ കഥയെന്ന് പറഞ്ഞാൽ എനിക്കൊരു സാധനം വേണമായിരുന്നു. അതെനിക്ക് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചാലേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ സാധനം വേണമായിരുന്നു. അതിനാ പോയത്. പക്ഷേ അത് എനിക്ക് റീച്ചാനും വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷേ റീച്ചാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും 9 മണി വരെ അവരെ ഉള്ളു. ഡിമാർട്ട് 11 മണി വരെ ഉണ്ടെങ്കിൽ 11 മണി വരെ എങ്ങാണ്ട് ഉണ്ടെങ്കിലും ഈ ഇതൊക്കെ ഉള്ള പിള്ളേർ 9 മണി വരെ ഉള്ളു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പ്രെയർ കഴിഞ്ഞിട്ട് എനിക്ക് അതുപോലെ അച്ചാറിടാൻ എനിക്ക് നല്ലെണ്ണയും അവിടുന്ന് ഞങ്ങൾ എടുക്കുന്ന സ്ഥിരം നല്ലെണ്ണയും വിനെഗറും. അപ്പം അതും വേണമായിരുന്നു. അപ്പം ഞാൻ റീച്ച പറഞ്ഞാൽ നമുക്ക് അത് വീട്ടിൽ ചെന്നിട്ട് ഇനിയും വരാൻ പ്രയാസമല്ലേ, അതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി എൻ്റെ ഒരു ചർച്ചിലെ അമ്മാവ ഞങ്ങൾ ഇന്നലെ സാക്കിനാക്ക് എന്ന് പറയുന്നൊരു സ്ഥലത്ത് അവിടെ ഇവിടുത്തേനൊക്കെ ഏത്തക്കൊക്കെ ഇത്തിരി വില കുറവാണ്. അതുകൊണ്ട് അവിടെ നിന്നായിരുന്നു അന്ന് വാങ്ങിച്ചത്. അപ്പം ഞാൻ അവിടുന്ന് എൻ്റെ ശർക്കര മറന്നും പോയി, ശർക്കര മറന്നുപോയായിരുന്നു. അപ്പം അമ്മാവ അവിടെ അടുത്തത്. അപ്പോൾ പോയണ്ട ഇന്നലെ അമ്മാവ സാധനം വാങ്ങിയപ്പോൾ എൻ്റെ അടുത്തോടെ ബിജി ഞാൻ ഇങ്ങനെ മലയാളി കടയിൽ പോകുന്നുണ്ട്, വല്ലതും വേണോ? ഞാൻ ആദ്യം പറഞ്ഞു വേണ്ടാന്ന്. എന്തിനാ അമ്മാവ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട. ഇല്ല വേണമെങ്കിൽ പറ, എനിക്ക് പ്രയാസമില്ല, ഞാൻ വണ്ടിയല്ലേ പോകുന്നത്, ഏത്തക്ക എങ്ങനെ വേണേ പറയാൻ. അപ്പം ഞാൻ എന്നാ പറഞ്ഞാൽ 3 കിലോ ഏത്തക്കയും പിന്നെ അമ്മാവ് പിന്നെയും ചോദിക്കുമോ, ഞാൻ എന്താ ഏത്തക്കയിലൊക്കെ ഒതുക്കാമെന്നും പറഞ്ഞ് നിന്നെയാണ്. പിന്നെ പറഞ്ഞു പിന്നെയും വേണോ ബിജി, ഉള്ളി വേണോ? ഞാൻ പറഞ്ഞു ഉള്ളി വേണ്ട, എന്നാ അവിടെ വാങ്ങിച്ച കപ്പയും കൂടെ പിന്നെ വെട്ടുകേക്കും അതൊക്കെ വാങ്ങി. വെട്ടുകേക്കൊക്കെ 2 പാക്കറ്റ് വാങ്ങിച്ച് തിന്ന് ഇനി 3 എണ്ണം വരെ ഉള്ളു. ഒരെണ്ണത്തിൽ 6 ഉണ്ട്, 70 രൂപ. അതുപോലെ ഉണ്ണിയപ്പം, നെയ്യപ്പം ഞങ്ങളന്ന് ചെന്നാലും നെയ്യപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് സൺഡേയിലേ ഉള്ളായിരുന്നു. അമ്മ ഇന്നലെ സാറ്റർഡേയാണ് പോയത്. അപ്പം നെയ്യപ്പം കിട്ടിയില്ല. അതൊക്കെ എന്നാലും ഞങ്ങളുടെ കയ്യിൽ ആ സാധനങ്ങളോട് ഉള്ളത് കൊണ്ട് റീച്ചാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാൻ, നമ്മൾ ഡിമാർട്ടിൽ പോവില്ലേ, സാധനങ്ങൾ എന്തോ അതിന് ഡിമാർട്ടിൽ പോയാലുള്ള കുഴപ്പം, നമ്മൾ ഓരോന്ന് ഇങ്ങനെ പറക്കി എടുക്കും കാണുന്നതൊക്കെ. അപ്പം ഞങ്ങൾ വിനെഗർ ഇന്നലെ അവിടെ സാരമില്ല റീച്ച, വിനെഗർ ഇത് മാത്രം പോരെ. റീച്ച പറഞ്ഞാൽ ഈ സാധനം കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് വണ്ടി പോലെ എന്നാൽ ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഡിമാർട്ടിൽ നിന്ന് ബൈക്കിലാണെങ്കിൽ 10 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ. നീ സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കിന് ഞാൻ എന്നാൽ ഈ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ട് വരാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാന്ന്. സാധനങ്ങൾ പറക്കി എടുത്ത് ബില്ലടിച്ചപ്പോഴും 7000 പുറത്ത് ബില്ല് വന്ന്. റീച്ച ഒന്നുകൂടെ അന്തം വിട്ടേ. നമ്മളെല്ലാം ഡിമാർട്ടിൽ പോയാൽ ഇതാ കുഴപ്പം, ഓരോന്ന് 200 രൂപയില്ലേ, 300 രൂപയില്ലേ, അങ്ങനെ നോക്കി എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒരു ബില്ലാവും. എന്നിട്ട് ഞങ്ങൾ വീണ്ടും അവരെയും കൊണ്ട് എത്ര സാധനങ്ങളുണ്ടെന്ന് ചെക്ക് ചെയ്യിപ്പിച്ച് നമുക്കൊരു വല്ലാത്തൊരിതായിപ്പോൾ ഇത്രയും രൂപയായെന്ന് പറഞ്ഞാൽ 2 വിനാഗിരിയും നല്ലെണ്ണയും വാങ്ങിക്കാൻ പോയ ഞങ്ങളാണ് പഠിത്ത്. അതായി ഡിമാർട്ടിൽ ഞാൻ അങ്ങനെ പോകാത്ത. പിന്നെ പിള്ളേരെയും കൊണ്ട് പോയാൽ പിന്നെ പറയുകയും വേണ്ട, കാണുന്ന എല്ലാവരും പറക്കത്തില്ലേ. അപ്പോൾ ഞങ്ങൾ ഡിമാർട്ടിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചെന്നുള്ളത് കാണിക്കാമേ. चलो यहाँ पे तो 25 रुपये लो, कितना देगा देखना पड़ेगा। ടോസ്റ്റ് നല്ലതുണ്ടോ? ये 5 ले ना, എന്നാ എടുക്ക്. 4 ले लो, 2 किलो 3 लिया है. ये तेरे को 35 रुपीज़ में आएगा। ഡേറ്റ് നോക്ക്. 21 नवंबर വാങ്ങിക്കത്തില്ലായിരുന്നോ? കോഫി ഇത് രണ്ടും കൂടെ വേണ്ട. കോഫി ഉണ്ടോ? ഇതെന്ത് കഴിഞ്ഞ് അവിടെ എഴുതി വെക്കുന്നത്?
സൺറീച്ച് ഓ അത് വേണ്ട. ബദാം എന്ത് കടുക് എന്തി കടുക് കടുക് ജാമ ഇരിപ്പുണ്ട്. ക്രഞ്ചി അല്ലല്ലോ അത്. എന്നാ ക്രഞ്ചി ഒരെണ്ണം കൊടുക്കൂ. ആ അതെടുക്കിപ്പോ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? വേണ്ട, ഉണ്ട്. ആദ്യം നല്ലെണ്ണ 2 വാങ്ങിച്ച് അത് എന്തിരുന്നോ എന്തോ ഇതിൻ്റെ അകത്താണ് കാണണം. പിന്നെ വിനെഗർ 3 ബോട്ടിൽ, പിന്നെ ടൊമാറ്റോ കച്ചപ്പ്, സോപ്പ് പൊടി, പിന്നെന്തുവാ ഇത് കിടക്കട്ടെ, കണ്ണാടിയും കൂടെ വെക്കണം. എനിക്ക് എൻ്റെ കണ്ണാടിയിൽ നിന്ന് ഒരു മിനിറ്റ് കണ്ണാടി ഒന്ന് എടുത്തോട്ടെ. പിന്നെ ഈ കെലോജിക്ക് വാങ്ങിച്ച് 0 ഷുഗർ ഇല്ല കേട്ടോ. അതൊക്കെ ഇതിലോട്ട് വെക്കട്ടെ. പിന്നെ ഇതെന്തുവാ പല ഫ്ലേവറിൻ്റെ ചോക്ലേറ്റ്, ഇടയ്ക്കിടയ്ക്ക് പിന്നെ മാംഗോ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, അങ്ങനെ പല ഫ്ലേവറിൻ്റെ. അത് ഒരു എണ്ണ അത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ അത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചുമന്ന കളറിലെ ഞാൻ ആ മലയാളിക്കടയിലേ ഞാൻ കണ്ടിട്ടുണ്ട്. ഡിമാർട്ടി ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഇപ്പം വന്നേ അതോ ഞാൻ വാങ്ങിച്ചു. അത് പിന്നെ തേയിലപ്പൊടി, പിന്നെ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ്. അത് ഇവിടെ പിള്ളേർ തന്നെത്തില്ല, ഞാൻ വാങ്ങിച്ചു. ഇവിടെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതേ, ഞാനിവിടെ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നുണ്ടായ ഫോണിൽ അപ്പനും മക്കളൂടെ ഭയങ്കര കളിയും ബഹളവും അടിയും അതിൻ്റെയൊക്കെ സൗണ്ട് ഭയങ്കരമായിട്ട്. ഞാനെന്താ അത് ഇപ്പം വീഡിയോ എടുത്തപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത്രയും സൗണ്ട് ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞത്. ഞാൻ പിന്നെ അവിടെ നിന്ന് തന്നെ ഇച്ചിരി മല്ലിപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേ. ഞങ്ങൾ ഉച്ച സമയത്ത് ഒരു 1:45 2 മണി ആയപ്പോഴാണ് പോയത്. അന്നേരം ഭയങ്കര ആളായിരുന്നെന്നുള്ളേ. ഇന്ന് സൺഡേയും കൂടെ അല്ലായിരുന്നോ. ഓയിൽ മേളിൽ ഇരിക്കട്ടെ. പിന്നെ കാശ്മീരി മുളക് പൊടി ഞാൻ വാങ്ങിച്ചത് നാട്ടിൽ നിന്ന്. പിന്നെ ബനാന ചിപ്സ്, കടുക്, പിന്നെ ഈ നുറുക്ക് ഗോതമ്പുണ്ടല്ലേ, അവിടെ വലിയ പീസ് നുറുക്ക് ഗോതമ്പ് ഇരിപ്പുണ്ട്. അത് കഞ്ഞിക്കൊക്കെ നല്ല. ഇതെന്ന് പറയുന്നത് ലാപ്സി നമ്മുടെ എഴുതി. ഞാൻ എടുത്തത് എനിക്കെന്നാ തെറ്റിപ്പോയാന്ന് തോന്നുന്നു. അത് നോക്കട്ടെ.
പിന്നെ പപ്പടം, അത് റീച്ചാൻ്റെ മീൻ, നമ്മുടെ പൊട്ടുകടല, അതൊക്കെ ഇതിൻ്റെ അകത്ത് ഞാൻ വെക്കുക. പിന്നെ ഇവന്മാർക്ക് ഈ ചൊക്കോസ് ഉണ്ടല്ലേ, ഇത് സോക്സ് ഇവർക്ക് റീച്ചാനും കൊച്ചിനൊക്കെ. ഇത് മലയാളി കടയിലെ സാധനം, അത് പിന്നെ കാണിക്കാം. പിന്നെ പീനട്ട് ബട്ടർ, ഇത് എനിക്ക് ക്രഞ്ച് ടൈപ്പ്, ഇതാ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ക്രഞ്ച്. ക്രീമി പീനട്ട് ബട്ടർ അല്ല. റീച്ച നാളെ വാങ്ങിച്ചപ്പോൾ ക്രീമിയുടെ അത് വെറുതെ ഇതായി പോയെന്നല്ലേ. ഇത് ക്രഞ്ചിയാണ്. അത് ഇവിടെ പിന്നെ അഴിക്കട്ടെ. അച്ചാറിടാം. ഞങ്ങൾ സാധാരണ ഇവിടെ മലാഡിലൊരു ബോട്ടിൽ കടയുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഒരു കമ്പനിയാണ്, കമ്പനിയല്ല, പിന്നെ ഇതിൻ്റെ മാത്രമേ ഉള്ളൂ, ബോട്ടിലുകൾ മാത്രമേ ഉള്ളൂ. അപ്പം അർജൻറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. മലാടി അവിടെ റീച്ചാൻ പോകാൻ സമയമില്ലായിരുന്നു, അതുകൊണ്ട്. ഇതേ പ്രൈസിന് ഓൾറെഡി ഉണ്ട് ടിഫിൻ ബോക്സ്, അതാ ഇങ്ങനെ പൈസ പോകുന്നത്. ഞാൻ നോക്കുകയാണെ അതിൻ്റെ അകത്ത് ഒരു ടിഫിൻ ബോക്സ്, പിന്നെ ഒരു കുഞ്ഞൊരു ഇതെന്തെങ്കിലും കൂട്ടാനോ എല്ലാം കൊണ്ടുപോകാം. പിന്നെ അതിൻ്റെ അകത്തൊരു ഫോർക്കുണ്ട്, സ്പൂണുണ്ട്, പിന്നെ ഒരു വാട്ടർ ബോട്ടിലുണ്ട്. 150 രൂപ. ഞാനത് ഒരെണ്ണം എടുത്ത്. പിന്നെ ഒരു കോൺഫ്ലെക്സ്. ഇതെല്ലാം അതിൻ്റെ അടുത്ത് ഒതുക്കി വെക്കുന്ന ഒരു വല്ലാത്ത ഒരു പരിപാടിയാണ്. ഒരു നല്ലെണ്ണ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇത് പിന്നെ ഡാഡിക്ക് ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നതാണ്. ഈ പ്രേയറിനൊക്കെ പോകുമ്പോഴേ കുഞ്ഞൊരു ബോട്ടിലാകുമ്പോൾ ഡാഡിക്ക് വെള്ളം കൊണ്ടുപോകാനേ തീരുന്നേ. ഇതൊക്കെ റേച്ചാ എടുക്കുക തിന്നുന്ന സാധനങ്ങൾ. മഖാന വാങ്ങിച്ചു. മഖാന എന്നാളെ ആരാണ്ട് കഴിച്ചാൽ. മഖാന എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ലോട്ടസ് സീഡെന്നാണ് പറയുന്നത്, പക്ഷേ ലോട്ടസ് സീഡൊന്നും അല്ല മഖാന. മഖാന എന്നാ എന്തിന് പറയുന്നത്. ഇത് പക്ഷേ കാൽഷ്യം, അയൺ ഇതൊക്കെ ഭയങ്കര നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. ഇത് പൊടിച്ച് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ഇത് തന്നെ വറുത്ത് ഇങ്ങനെ വെറുതെ തിന്നാൻ നല്ലതാണ്, ഈ പോപ്കോൺ പോലെ. വിലയുള്ള സാധനമാണ്. പിന്നെ കപ്പ് വാങ്ങിച്ചു കേട്ടോ, കപ്പേ. ഇതെന്തുവാ? ബേസൻ മൈസൂർ പാക്ക്. ഇതൊക്കെ റേച്ചാൻ പോയി എടുത്തതാ. പിക്സ. പിന്നെ കംഫർട്ട്. പിന്നെ കുഞ്ഞൊരു ബദാം വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ചന്ദ്രിക സോപ്പ്. പണ്ടത്തെ മണമൊന്നുമില്ല ഇത്, പക്ഷെ ഇത് ആയുർവേദിക് സോപ്പ്, അതാ അതിൻ്റെ ഒരു സ്മെല്ല്. ഇത് റീച്ചാ വാങ്ങിച്ച റീച്ചാനെ തല വെക്കാനാണ്. വില ഇത് ആക്ച്വലി ഇങ്ങനെയുള്ള വേർഷൻ ഉണ്ട്. അതിന് ഈ വേർഷനുണ്ട്, ഈ സ്ക്വയർ ടൈപ്പ് പോലെ. അതിന് ഇത്തിരി വില കൂടുതൽ. ഇതിന് 600 രൂപ. സിബൊക്കെ ഇട്ട് നമുക്ക് എടുക്കാം, കഴുകാവുന്നതാണ്.
നല്ല അവരെ പ്രൈസ് മോന് ടീഷർട്ട് എടുത്തു. അവന് ഞാൻ വീണ്ടും ഒന്ന് രണ്ട് ടീഷർട്ടും ഒരു നിക്കറും ഉണ്ടാണ് വീട്ടിലിടുന്നത്. പക്ഷെ അത് ഇച്ചിരി ടൈറ്റാണ്. അതിപ്പോൾ തിരിച്ചു കൊടുക്കാനായിട്ട് റേച്ചൽ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കുഴപ്പമില്ല. ഇത് പിന്നെ നമ്മൾ മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ച ഏത്തയ്ക്ക. ഇനി അടുത്ത് വെക്കട്ടെ. അമ്മാവ ഇന്നലെ ഇത് പച്ച വാങ്ങിച്ചതായി. പച്ച ഇന്നായപ്പോൾ കാണുന്നു. പച്ച വാങ്ങിച്ചോ. ഇന്ന് അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഞാൻ കട്ടിലേൽ ഡയറക്റ്റ് അല്ല ഇട്ടത് കേട്ടോ. ചില പറയോ കട്ടിലെ സാധനങ്ങൾ കൊണ്ടിട്ടോ. പായ ഇട്ടിട്ട് പായയുടെ മുകളിലായിട്ടതേ. പിന്നെ ഞാനേ ഈ ശർക്കര അല്ലാതെ ഞാൻ എടുത്തിട്ടത് മറന്നുപോയെ. അച്ച് ശർക്കരയായിരുന്നു. അച്ച് കുഞ്ഞ് കട്ട കട്ട കവറുള്ള. പക്ഷേ ഇതാ പുള്ളിക്കാരൻ കൊടുത്തു വിട്ടത്. ഇത് എവിടുന്ന് വാങ്ങിച്ച? ഇത് റേച്ചാൻ ഇവിടെ നിന്ന് എവിടുന്നോ. അയ്യോ ഇതെന്തോ ടോസ്റ്റ്. ഇതാന്നോ? കാരി. ശേ, അതെന്തുവന്നോ ഡിമാർട്ടി വെച്ച് എൻ്റെ അടുത്ത് വെച്ച് ടോസ്റ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു. വെച്ചാൽ ടോസ്റ്റ് വേണ്ട, നമുക്ക് കാരി ആയിരുന്നു നല്ലതാണ്. എന്നിട്ട് അത് മനസ്സിൽ വെച്ചിട്ടങ്ങാണ്ട് ആള്. എന്നിട്ട് കുറച്ച് സാധനം ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾക്ക് ഈ സാധനങ്ങൾ കൊണ്ട് വരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ റീച്ചാൻ ആദ്യം കുറച്ച് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവരാനായിട്ട് വന്നിട്ട് തിരിച്ചു വന്നിട്ട് എവിടുന്നോ കാര്യം കൊണ്ടുവന്നതാണ്. എണ്ണിയപ്പോൾ ഒരു ഇതുകൂടെ ഉണ്ട്. പിന്നെന്തുവാന്നറിയാമോ? എൻ്റെ ഫേവറേറ്റ് സാധനം നമ്മുടെ കപ്പ. ഞങ്ങളിതിനെ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഡിമാർട്ടിൽ സാധനം വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ സഞ്ചിയും കൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഇന്ന് പോകേണ്ട ഒരു സഞ്ചി ഉള്ളായിരുന്നു. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ച ഈ ഞണവല സഞ്ചിക്ക് 17 രൂപ. അങ്ങനെ ഇത്രയുമാണ് നമ്മൾ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. ബില്ല് വന്നുണ്ടേ അന്ന് വിഷ്ണു ഇങ്ങനെ ഓരോന്ന് കറുമുറുക്ക് വാങ്ങിയില്ല. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ഓരോന്നോരോന്നോ പറക്കി എടുത്താണെങ്കിൽ ഒരു എമൗണ്ട് അങ്ങ് ആയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.